കേന്ദ്ര കേരള സർക്കാരുകൾ ഭിന്നശേഷി വിഭാഗക്കാരെ അവഗണിക്കുന്നു എന്ന പരാതി ശക്തമാവുകയാണ്. പെൻഷൻ ഉൾപ്പെടെ പ്രധാന ആനുകൂല്യങ്ങളൊന്നും മാസങ്ങളായി ഇവർക്ക് ലഭിക്കുന്നില്ല. ഇതോടെ സമാനതകളില്ലാത്ത ജീവിത പ്രതിസന്ധിയിലാണ് ഭിന്നശേഷി വിഭാഗം. സർക്കാരിന്റെ പട്ടികയിൽ ഭിന്നശേഷി വിഭാഗക്കാരെ 21 തരം തിരിച്ചിട്ടുണ്ട്. ഇതിലൊരു വിഭാഗത്തിന് പോലും കഴിഞ്ഞ കുറേ മാസങ്ങളായി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല. അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പരാതി പറഞ്ഞ് ഈ പാവങ്ങൾ മടുത്തു. 311.62 കോടി രൂപയാണ് പെൻഷൻ ഇനത്തിൽ മാത്രം ഭിന്നശേഷിക്കാർക്ക് നൽകാനുള്ളത്. ഒടുവിൽ പെൻഷൻ തുക ലഭിച്ചത് ഓഗസ്റ്റ് മാസത്തിൽ. പിന്നീട് മാസമുള്ള 1600 രൂപ ഇവരുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ല. തീവ്ര ഭിന്നശേഷിക്കാർക്കായി ആശ്വാസകിരണം പദ്ധതിയിലൂടെ ലഭിക്കുന്ന 600 രൂപയും 3 മാസമായി കിട്ടുന്നില്ല. 2018 ശേഷം ആശ്വാസകിരണം പദ്ധതിയിലേക്ക് പുതിയ അപേക്ഷകൾ സ്വീകരിച്ചിട്ടുമില്ല. പ്രതിസന്ധി അതിന്റെ പരമാവധിയിലെന്നാണ് ഭിന്നശേഷിക്കാരുടെ പരാതി. ഗുരുതരമായിട്ടുള്ള വൈകല്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പെൻഷൻ മാത്രമാണ് ഒരു ആശ്രയം. കാരണം അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. ഗുരുതര വൈകല്യമുള്ളവരെ സംബന്ധിച്ച് കിടപ്പ് രോഗികളുണ്ട്, ഗുരുതര വൈകല്യമുള്ളവരുണ്ട്. അപ്പോൾ അവരുടെയെങ്കിലും പ്രശ്നം പെട്ടെന്ന് പരിഹരിച്ചാൽ വളരെയേറെ ഉപകാരമാണ്. പ്രധാനമന്ത്രിയുടെ ആയുഷ് ഭാരത് അതിലും ഭിന്നശേഷിക്കാർക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിലും ഈ മനുഷ്യർ പ്രതീക്ഷ വച്ചിരുന്നു. ഒരു പരിഗണനയും ഉണ്ടായില്ലെന്ന പരാതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഭിന്നശേഷി മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി ഉണ്ടാവണം. തീർന്നില്ല. ഭിന്നശേഷിക്കാർക്കുള്ള നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം വർഷം തോറും പുതുക്കാനുള്ള തുക BPL-കാർക്ക് സർക്കാർ വകയിരുത്തിയിരുന്നു. ഒരു വർഷമായി അതും ലഭിക്കുന്നില്ല. സംസ്ഥാനത്ത് ഭിന്നശേഷി പെൻഷൻ കൈപ്പറ്റുന്നത് 3,57,995 പേരാണ്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസിന്റെ ഗുണഭോക്താക്കൾ 1,08,952 പേർ. ഇത്രയും അധികം മനുഷ്യരാണ് സർക്കാരിന്റെ അവഗണനയിൽ നീറി ജീവിക്കുന്നത്. വേദനകളോട് തോൽക്കാൻ മനസ്സിലാതെ പൊരുതുന്ന മനുഷ്യരാണ്. ഇവരെ പരിഗണിക്കാനായില്ലെങ്കിൽ സർക്കാർ പിന്നെ ആരെയാണ് പരിഗണിക്കുക? വിജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇത്തരം പെൻഷനുകൾ ആനുകൂല്യങ്ങളൊക്കെ മുടങ്ങുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എന്ന പതിവ് പല്ലവിയാണ് സർക്കാർ ആവർത്തിക്കുന്നത്. പക്ഷേ അപ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ഭിന്നശേഷി വിഭാഗക്കാരുടെ ജീവിതമാണ് എന്നെല്ലാവരും ഓർക്കണം. പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇനിയും വൈകിയാൽ ജീവിതം വഴിമുട്ടും എന്ന് അവർ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നു. കേൾക്കാം ഒരിക്കൽ കൂടി. ഈ 1600 എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മാസത്തെ ഇത് കിട്ടിക്കൊണ്ടിരുന്ന മാസവും ഞങ്ങളെ കയ്യിൽ നിന്നും കൂടെ ഞങ്ങൾ ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് അവർക്കുള്ള മരുന്നായാലും ബാക്കി കാര്യങ്ങളായാലും ഡയപ്പറായാലും എല്ലാം ഞങ്ങൾ വാങ്ങിക്കുന്നത്. നമുക്ക് കിട്ടുന്നതിനും ഒന്നും ആവല്ല. നമുക്ക് നമ്മുടെ മക്കൾക്ക് മരുന്ന് വാങ്ങിക്കാനും ഒരു മാസം ഡയപ്പർ വാങ്ങിക്കാൻ തന്നെ 10,000-2,000 രൂപ കൂടുതൽ വേണം. ഒന്നാമത് മെച്ചുവേർഡ് ആയ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഡയപ്പറാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പം നമ്മൾ ഈ ഓരോ മാസം ഇപ്പം കിട്ടുമ്പോൾ കാത്തിരിക്കും. പക്ഷേ എന്ത് ചെയ്യുക, ഗവൺമെൻറ് നമുക്ക് തരുന്നില്ല. തുച്ഛമായ പൈസ എന്നാൽ നമുക്കത് കിട്ടുമ്പോൾ അതൊരു സഹായമാണ്. പിന്നെ ഇവരെ ആ കാര്യങ്ങൾ അറിയാമല്ലോ. ഒരുപാട് ആ ട്രീറ്റ്മെൻറ്റിനായാലും ഒരുപാട് കാശ് നമുക്ക് ആവശ്യമുണ്ട്. അതിന് നമ്മൾ സർക്കാർ എന്തെങ്കിലും ഇവർക്ക് പ്രത്യേക ഒരു സംവരണം നമുക്ക് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഇത് ചെയ്യണം. ഇന്നലെ തന്നെ ബഡ്ജറ്റ് വന്നപ്പോൾ ഭിന്നശേഷിക്കാരുടെ ഒരു കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ വളരെയധികം ഭിന്നശേഷിക്കാരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്.